മഹറമല്ലാത്ത ഒരു പുരുഷന്മാരെയും നമുക്ക് തൊഴാൻ പാടില്ല എന്നാണല്ലോ. എന്നാൽ വീട്ടിൽ വിരുന്നു വരുന്നവരിൽ ചിലർ കണ്ട ഉടനെ തന്നെ സലാം തരുന്നൊരു പതിവുണ്ട്. അതുപോലെ തന്നെ കൈ നീട്ടുന്നൊരു പതിവുമുണ്ട്. എത്ര നമ്മൾ നിരസിച്ചാലും വീണ്ടും അവർ ബന്ധുക്കാരാണ് എന്നുള്ള നിലക്ക് സലാം തരുന്നതാണ് സാധാരണ കാണാറുള്ളത്. ഇവിടെ 80 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരാണെങ്കിൽ അവർക്ക് കൈ കൊടുത്താൽ പ്രശ്നമില്ല എന്ന് പറയുന്നതായി കേട്ടിട്ടുണ്ട്. ഇതിന്റെ മതപരമായ വിധി എന്താണെന്നാണ് നമ്മുടെ ഈ ഒരു ശ്രോതാവ് അലിജാബയിലേക്ക് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമുക്ക് അവരോട് പറയാനുള്ളത്? പരപുരുഷന്മാർക്കുള്ള ഹസ്തദാനം അത് വിലക്കപ്പെട്ടതാണ്. ഒരാൾ ഒരു ഇരുമ്പിൻ്റെ സൂചി കൊണ്ട് കുത്തലാണ്, തലയിൽ കുത്തലാണ്, തനിക്ക് അനുവദനീയമായ സ്ത്രീക്ക് കൈ നൽകുന്നതിനേക്കാൾ, ഹസ്തദാനം ചെയ്യുന്നതിനേക്കാൾ കരണീയം എന്നറിയിക്കുന്ന രീതിയിൽ ഹദീസുണ്ട്. ഇതുപോലത്തെ വേറെയും നിവേദനങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നി ലാ ഉസാഫിഹുൻ നിസ, ഞാൻ സ്ത്രീകളെ ഹസ്തദാനം ചെയ്യില്ല എന്ന് തീർത്ത് പറഞ്ഞ തിരുമൊഴിയുണ്ട്. ഹദീസിൽ കാണാം, ചില മഹദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നു. ഇദാ ജാഅക്കൽ മുഅ്മിനാത്തു യുബായിഅന എന്ന് പറഞ്ഞ ആയത്തിൽ പറഞ്ഞില്ലേ, വിശ്വാസിനികളായ സ്ത്രീകൾ നിങ്ങൾക്ക് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്നാൽ. അപ്പോൾ ആയത്തിൻ്റെ തേട്ടപ്രകാരം ബൈഅത്ത് ചെയ്യാൻ വേണ്ടി സ്ത്രീകൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ കരം പകരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് വാക്കാലാണ് ബൈഅത്ത് സ്വീകരിച്ചത്. ചോദിക്കുന്നുണ്ട്, ഹസ്തദാനം സ്വീകരിക്കില്ലെന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ് ഇന്നി ലാ ഉസാഫിഹുൻ നിസ. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല അൻഹ ഇതേ വിഷയം മക്ക ഫത്ഹിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി വന്ന സ്ത്രീകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാക്കാലാണ് ബൈഅത്ത് സ്വീകരിച്ചത്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസാഫഹത്ത് ചെയ്തില്ല. എന്നിട്ട് മുസാഫത്ത് ചെയ്യാത്ത വിഷയം അറിയിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൽപെരുമാറ്റങ്ങളൊക്കെ ഉണർത്തിയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകൾക്ക് ഹസ്തദാനം ചെയ്ത് അവരിൽ നിന്ന് ബൈഅത്ത് സ്വീകരിച്ചിട്ടേ ഇല്ല എന്ന്. ഏതായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ തിരുമൊഴി ഈ വിഷയത്തിൽ വ്യക്തമായ നസ്സാണ്, തെളിവാണ്. ലിയതഅന അഹദുക്കും ബിമിഖിയത്തിൻ അലാ റഅസിഹി ഖൈറുൻ ലഹു മിൻ അൻ യുസാഫിഹ ഇംറഅതൻ ലാ തഹില്ലു ലഹു ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. തനിക്ക് അനുവദനീയമല്ലാത്ത ഒരു സ്ത്രീക്ക് കരം പകരുന്നതിനേക്കാൾ, ഹസ്തദാനം ചെയ്യുന്നതിനേക്കാൾ നല്ല ഉത്തമമായത് ഒരു സൂചി കൊണ്ട് തലയിൽ കുത്തലാണ് എന്ന്. അത് പിന്നെ ഒരു തെറ്റായ പ്രവണതയാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ വിശദീകരിക്കുകയും ചിത്രീകരിക്കുകയുമാണ്. ഇതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു അലം.